ചേട്ടാ ഞാൻ ഇപ്പോ വരാതെ. ചേട്ടാ വണ്ടി അവിടെ ഒതുക്കിട്ടോ, ഞാൻ ഇപ്പോ വരാം. അമ്പിളി വാ. അതെ, നിങ്ങൾ ആ ഓട്ടോക്കാരനെ വിട്, വാതിലൊക്കെ ഞാൻ തുറന്നോളാം. അല്ല ഞാനേ ആ വണ്ടിയിൽ ജംഗ്ഷൻ വരുന്ന പോയിട്ട് വരാം. ഇവിടത്തേക്ക് പാലും പഴമൊക്കെ വാങ്ങണ്ടേ. ഇനി വീട്ടിലേക്ക് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ഞാൻ വാങ്ങിച്ചിട്ട് വരാം. എനിക്കൊന്നും വേണ്ട, കുറച്ച് സമാധാനം തന്നാ മതി. എടി അവിടെ പോയി കുടിച്ചതൊന്നും പോരെ, വീണ്ടും വാങ്ങിക്കാൻ പോവാണോ? അമ്പിളി നീ ഒന്ന് പതുക്കെ പറ, ഇവിടെ ആൾക്കാരൊക്കെ കേൾക്കും. നാളും കെട്ട് കുടിച്ചു നടക്കുന്ന നിങ്ങൾക്ക് എന്താ അത് പറയുമ്പോ ഇത്ര മാനക്കേട്? അതെ, ഞാൻ കുടിച്ചിട്ടെ ഒരു നാണക്കേട് മാനക്കേട് ഉണ്ടാക്കിയിട്ടില്ല. നീയല്ലേ എന്നെ പോയടുത്ത് വെച്ച് നാണം കെടുത്തിയത്. എന്നിട്ട് ഞാൻ എന്തെങ്കിലും മറുത്തു പറഞ്ഞു? നിങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ അച്ഛനും ദാസങ്ങളും പോയി അവൾക്ക് പണം കൊടുത്തില്ലേ? ഇനിയെങ്കിലും ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിച്ചൂടെ? എന്തിനാ വെറുതെ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത്? അമ്പിളി എല്ലാം ഞാൻ നിർത്താം, നീ എനിക്ക് കുറച്ചും കൂടെ സമയം താ. എന്റെ കാര്യം നിങ്ങൾ വിട്ടേക്ക്. ദേ ഇവളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിലപ്പുറം ഇനി എന്താ രഘുവേട്ടാ ഞങ്ങൾ ചെയ്യേണ്ടത്? എന്റെ അമ്പിളി ഞാനേ എല്ലാം പറയാം, വന്നിട്ട് പറയാം. ആ ഓട്ടോക്കാരൻ വെയിറ്റ് ചെയ്യാ, നിങ്ങൾ അകത്തേക്ക് പോ. ലക്ഷ്മോളെ അച്ഛൻ നമുക്ക് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് തരാവേ. അകത്തേക്ക് പോക്കോ. ടാറ്റാ, ബൈ ബൈ. പോവാ. ചോക്ലേറ്റ് വരുമ്പോ കുറച്ച് വിഷം വാങ്ങിച്ചോണ്ട് വന്നാ മതി. അതും കഴിച്ച് ഞങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേക്കാം. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കാലോ. മോളെ വാ. ഇതേ നമ്മുടെ വിധിയോ. എന്റെ നിന്റെ അന്ത്യം കണ്ടിട്ട് നിന്റെ അച്ഛൻ അടങ്ങുന്ന തോന്നുന്നു. രണ്ടു ദിവസം കൊണ്ട് വീട് ആകെ അലങ്കോലം ആയല്ലോ. എല്ലാം ഒന്ന് തൂത്ത് തുടച്ചിട്ട് വേണം ഇന്ന് സന്ധ്യവിളക്ക് വെക്കണമെങ്കിൽ. ഞാൻ പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? എടി അനുപമേ, നീ വേഗം പോയി മുറി കിടന്ന് വിശ്രമിക്കാതെ വീട് വൃത്തിയാക്കാൻ നോക്ക്. ഇപ്പൊ എന്തായാലും പറ്റില്ല. ഞാനും എല്ലാരും പോലെ യാത്ര കഴിഞ്ഞ് വന്നതാ. നാളെ ചെയ്യാം. ആഹാ, കണ്ടില്ലേ കണ്ടില്ലേ അവളുടെ അഹങ്കാരം കണ്ടോ? എനിക്ക് ഇവിടുത്തെ പൊടിയും പൂപ്പിലും കാരണം കിടന്നുറങ്ങാൻ പറ്റത്തില്ലെന്ന്. ഇന്ന് തന്നെ ക്ലീൻ ചെയ്തേ പറ്റൂ. എന്റെ അമ്മേ, അവനവന്റെ മുറി അവനവും ക്ലീൻ ചെയ്താൽ ഉറങ്ങാൻ പറ്റും. വെറുതെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. എല്ലാവർക്കും യാത്രാക്ഷീണമുണ്ട്. അല്ലെങ്കിലും അമ്മ പറയുന്നത്ര കുഴപ്പമൊന്നും ഇവിടെ ഇല്ല. വെറുതെ ഏടത്തെ കഷ്ടപ്പെടുത്താൻ വേണ്ടി പറയുന്നതാ. ഞാൻ റൂമിൽ ബാഗ് വെച്ചിട്ടില്ല വരുന്നത്. അവിടെ ഒന്നും ഒരു കുഴപ്പമില്ല. ആ, വീട്ടിലെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തിരുന്നവളെ എല്ലാവരും കൂടി തലകയറ്റി വെക്കുന്നോണ്ടാ വന്നു കാര്യങ്ങളൊക്കെ എന്റെ തലക്കറി നിരങ്ങാൻ നോക്കുന്നത്. വന്നു കയറിയവരാണ് എല്ലാം ചെയ്യേണ്ടതെങ്കിലേ ഞാൻ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. ആ, അത് ചെയ്തുകൊണ്ടിരുന്നവളെ നീ ഇങ്ങനെ സപ്പോർട്ട് ചെയ്താ അവളുടെ ജോലി കൂടെ നീയും ചെയ്യേണ്ടി വരും. അനു, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത്? നമുക്ക് വിനീന്റെ ഓഫീസിലേക്ക് പോണ്ടേ? ഓ, അത് ഞാൻ ഇന്ദ്രേട്ടൻ ഫ്രഷായി വരട്ടെ എന്ന് കരുതിയ. അനു, എനിക്ക് ഡ്രസ്സ് മാറാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ. ആദ്യം നീ പോയി റെഡിയോ. ആഹാ,
എന്റെ മക്കളും മരുമക്കളും കൂടി എന്നെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലേ? ആയിക്കോട്ടെ, നമുക്ക് നോക്കാം. വന്ന് കയറിയപ്പോ തന്നെ തുടങ്ങിയല്ലേ? ഏട്ടൻ അതൊന്നും കാര്യാക്കണ്ട. അമ്മയ്ക്കുള്ള മറുപടി ഞങ്ങൾ എല്ലാവരും കൂടി കൊടുത്തിട്ടുണ്ട്.